അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചതിച്ചെന്ന് ഇറാനിയൻ പ്രതിഷേധക്കാർ. അശാന്തിയുടെ തുടക്കത്തിൽ US പ്രസിഡന്റ് ഇറാനിയൻ പ്രതിഷേധക്കാരെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുകയും ടെഹ്റാന് മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തു. സഹായം എത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിക്കുകയും പിന്നീട് സമാധാനപരമായ പ്രകടനക്കാർക്കു നേരെ അക്രമം കാണിച്ചാൽ അമേരിക്കൻ സൈന്യം രംഗത്തിറങ്ങുമെന്നും പറഞ്ഞു. പല ഇറാനികളും ആ വാക്കുകളെ വ്യക്തമായ പിന്തുണയുടെ ഒരുപക്ഷെ സൈനിക ഇടപെടലിനെ പോലും വാഗ്ദാനമായി വ്യാഖ്യാനിച്ചു. പ്രതിഷേധക്കാർ വീണ്ടും തെരുവുകളിലേക്ക് ഇരച്ചു കയറിയപ്പോൾ ഇറാനിയൻ ഭരണകൂടം പരിചിതമായ തന്ത്രങ്ങളിലൂടെയാണ് പ്രതികരിച്ചത്. ആശയവിനിമയം വിച്ഛേദിക്കുക, സുരക്ഷാ സേനയെ വിന്യസിക്കുക, മാരകമായ അക്രമം ഉപയോഗിക്കുക. രാജ്യത്തുടനീളമുള്ള വിവരങ്ങളിൽ സ്നൈപ്പർ വെടിവെപ്പ്, മെഷീൻ ഗൺ ആക്രമണങ്ങൾ, ധാരാളം മരണങ്ങളും കാണാതാവലുകളും ഉൾപ്പെടുന്നു. ചില ഇറാനികളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തം അവരുടെ സർക്കാരിൽ മാത്രം ഒതുങ്ങുന്നില്ല. മേഖലയിലെ ഒരു പ്രധാന US ബേസ് വിടാൻ പെന്റഗൺ ചില അത്യാവശ്യമില്ലാത്ത ഉദ്യോഗസ്ഥരോട് ഉത്തരവിട്ടുവെന്ന വാർത്ത സംഘർഷത്തിനുള്ള തയ്യാറെടുപ്പായി വ്യാപകമായി വായിക്കപ്പെട്ടു. പിന്നീട് തിരിച്ചടി നേരിട്ടു. കൊലപാതകങ്ങളും വധശിക്ഷകളും നിർത്തുമെന്ന് ഇറാൻ നേതൃത്വം തനിക്ക് ഉറപ്പ് നൽകിയതായി ട്രംപ് പ്രഖ്യാപിച്ചു. കൂടാതെ പ്രതീക്ഷിക്കുന്ന US സൈനിക നടപടി മുന്നോട്ട് പോകുന്നില്ലെന്ന് അദ്ദേഹം സൂചന നൽകി. വാഷിംഗ്ടൺ ഇടപെടുമെന്ന് വിശ്വസിച്ച് ജീവൻ പണയപ്പെടുത്തിയ പ്രതിഷേധക്കാർക്ക് ഈ പ്രഖ്യാപനം ഒരു ഞെട്ടലായിരുന്നു. ഈ 15,000 പേരുടെ മരണത്തിന് ട്രംപ് ഉത്തരവാദിയാണ്. പ്രതിഷേധ മരണസംഖ്യയെ പരാമർശിച്ചുകൊണ്ട് ടെഹ്റാൻ ബിസിനസ്സുകാരൻ ടൈം മാസികയോട് പറഞ്ഞതാണിത്. കാരണം US ലോഡും ആണെന്ന അദ്ദേഹത്തിന്റെ പോസ്റ്റ് കണ്ടപ്പോൾ നിരവധി പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി. ഇറാനികളെ ഇതുപോലെ ഒറ്റിക്കൊടുക്കാൻ US ഇസ്ലാമിക റിപ്പബ്ലിക്കുമായി ഒരു കരാർ ഉണ്ടാക്കിയിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ അധികാരികൾ ഇനി കൊലപാതകങ്ങളും വധശിക്ഷകളും ഉണ്ടാകില്ലെന്ന് തന്നോട് പറഞ്ഞപ്പോൾ എല്ലാവരും നിശബ്ദമായി. രാജ്യം വിട്ട ശേഷം അഭിമുഖം നടത്തിയ ഒരു ഇറാനി പറഞ്ഞതാണിത്. എല്ലാവരും രോക്ഷാകുലരായി. ഈ ഭ്രാന്തൻ ഞങ്ങളെ പീരങ്കി തീറ്റയായി ഉപയോഗിച്ചു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഇറാനികൾ കരുതുന്നത് തങ്ങളെ കളിയാക്കിയെന്നും അവരെ വിഡ്ഢികളാക്കുന്നുവെന്നും വഞ്ചിച്ചുവെന്നുമാണ്. ട്രംപിന്റെ വാക്കുകൾ അനുസരിച്ചവർക്കാണ് വൈകാരികമായ അടിയേറ്റത്, പ്രത്യേകിച്ച് മൂർച്ചയുള്ളത്. ട്രംപ് മോശമാണ്, ടെഹ്റാനിലെ ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞതാണിത്. അയാൾ കുഴപ്പമുണ്ടാക്കി, ഞങ്ങളുടെ കാലിനടിയിൽ നിന്ന് പരവതാനി വലിച്ചെറിഞ്ഞുവെന്നും അദ്ദേഹം പുറത്തേക്ക് മാത്രമല്ല ഉള്ളിലും മഞ്ഞയാണെന്നും മറ്റൊരു ടെഹ്റാൻ പൗരൻ പറഞ്ഞു. ട്രംപിന്റെ പ്രസ്താവനകൾ ജനങ്ങളുടെ പ്രതിഷേധ തീരുമാനങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന പ്രതീക്ഷകൾ ഉയർത്തുന്നതായി അവരുടെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ആ പിന്തുണ അപ്രതീക്ഷിതമായി. ചിലർ വിശ്വസിക്കുന്നത് അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ ഒരു കരാർ ഉണ്ടാക്കിയെന്നാണ്. മറ്റു ചിലർ നിസ്സംഗതയും കാണിക്കുന്നു. എനിക്ക് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു, ടെഹ്റാനിലെ ഒരു സ്ത്രീ പറഞ്ഞതാണിത്. ട്രംപ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്തിന് അദ്ദേഹം അങ്ങനെ ചെയ്യണം? അദ്ദേഹത്തിന് നമ്മളെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. ട്രംപിന്റെ അവകാശവാദങ്ങളെ ഇറാനിയൻ ഉദ്യോഗസ്ഥർ പരസ്യമായി പരിഹസിക്കുകയും കൂടുതൽ അടിച്ചമർത്തൽ വാഗ്ദാനം ചെയ്യുകയും ചെയ്തപ്പോൾ രോഷം വർദ്ധിച്ചു. പ്രതിഷേധങ്ങൾ വീണ്ടും നിഴലിലേക്ക് നീങ്ങുന്നതോടെ ഒരിക്കലും നിറവേറ്റപ്പെടാത്ത ഒരു ബാഹ്യ വാഗ്ദാനം വിശ്വസിച്ചതിന് ഞങ്ങൾ വില നൽകിയതായി പല ഇറാനികളും ഇപ്പോൾ കരുതുന്നുണ്ട്. ട്രംപിന്റെ പിൻവാങ്ങൽ തന്ത്രപരമായിരിക്കാമെന്ന് ഇപ്പോഴും ഒരു ചെറിയ വിഭാഗം വാദിക്കുന്നുണ്ട്. അദ്ദേഹം ഭരണകൂടത്തെ കബളിപ്പിക്കുകയാണ്. ടെഹ്റാനിലെ ഒരു എഞ്ചിനീയർ പറഞ്ഞതാണിത്. ഇപ്പോൾ പ്രക്ഷോഭം സ്തംഭിച്ചിരിക്കുന്നു. സിറാബിലെ ഒരു നിവാസി പറഞ്ഞതാണ്. അത് എപ്പോഴെങ്കിലും തിരിച്ചു വരുമോ എന്ന് എനിക്കറിയില്ല. ഡിസംബർ അവസാനത്തോടെ ഇറാനിയൻ പുതിയ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. റിയാലിന്റെ മൂല്യത്തകർച്ച, വിലക്കയറ്റം, അടിസ്ഥാന സാധനങ്ങൾ താങ്ങാൻ കഴിയാത്ത വിധം സാമ്പത്തിക ദുർവിനിയോഗം എന്നിവ ഉൾപ്പെടെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇവയ്ക്ക് കാരണമായത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.